നീ ഞങ്ങളെ ഉണർത്തിക്കൊണ്ട് വന്നെങ്കിൽ അത് നിന്റെ കാരുണ്യത്തിന്റെ തണലിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ഈ അത്താരമുകളിലേക്ക് ഇന്നതാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. നീ ഈ മണ്ണിൽ മുളച്ചു വന്ന് ഏറ്റവും നല്ല വിളയായിട്ട് ദൈവരാജ്യത്തിന്റെ വിളയായിരുന്നിട്ടും നീ ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങൾക്ക് വേണ്ടി പുളിമാവ് പോലെ ഒരു പെസഹാരാത്രിയിൽ അപ്പമായി തന്നെ മുറിച്ച് വിളമ്പിയിട്ട് പിറ്റേ ദിവസം കുത്തിനാട്ടപ്പെട്ട ആ കമ്പിന്മേൽ, കുരിശെന്ന് പറയുന്ന വൃക്ഷത്തിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതിന്റെ കാരുണ്യത്തിന്റെ തണലിൽ മാത്രമാണ് ഞങ്ങൾ നീ ബലിവേദിയിലായിരിക്കുന്നതെങ്കിൽ നിന്റെ കുരിശിന്റെ താഴെ അഭയം പ്രാപിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് ആന്തരികമായ ഒരു മാറ്റവും ഈ കുരിശ് അഭയമായി മാറിയതുപോലെ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നന്മയുടെ അഭയ കേന്ദ്രങ്ങളായി മാറുവാൻ, അഭയവൃക്ഷങ്ങളായി മാറുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഒരുക്കണമേ, നടത്തണമേ. ഈ ബലി ഞങ്ങൾക്ക് ശക്തിയായി മാറണമേ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ നാവിലേക്കും ജീവനിലേക്കും എഴുതുമ്പോൾ യോഗ്യതയില്ലാതിരുന്നല്ലോ കാരുണ്യമായി നീ എഴുതുള്ളൂ എന്നുള്ള അവബോധത്തിൽ നീ ഞങ്ങളെ വളർത്തണം. ഉയർന്ന പർവ്വതമുകളിൽ ഞാനൊരു കൊമ്പ് നാട്ടും, അത് ദേവദാരു പോലെ ശാഖ വിരിച്ചു നിൽക്കും. അതിന്മേൽ ചിറകുള്ള പക്ഷികളും സകല ജാതികളും അതിൻ്റെ കീഴിൽ അഭയം തരും. എസെക്കിയേൽ പ്രവചനം 17:22-23. സാദരം സ്വീകരിച്ചാലും എന്നോട് ഈ കാഴ്ചകൾ സഹോദരരെ, എൻ്റെ നിങ്ങളുടെ ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങൾക്കായി